തിരുവനന്തപുരം അങ്ങനെ കറങ്ങി നടന്ന നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ഒരല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്താണ്. വോട്ടുപാത തിരുവനന്തപുരത്താണ്. അപ്പം തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിടത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വഴുതക്കാട് വിമൻസ് കോളേജ് ആണ്. നമ്മുടെ കൗമാര ലോകമാണത് പുറകിലുള്ളത്. ഇത്ര മനോഹരമായ എങ്ങനെയുണ്ട്? ഉഷാറില്ല എല്ലാവരും? ക്ലാസ് ഒന്നും ഇല്ല ഇന്ന്? എങ്ങനെയുണ്ട്? ഇലക്ഷൻ ഒക്കെ അല്ലേ, അതിന്റെ ഒരു വൈബ് നമുക്ക് കലാലയത്തില് ക്യാമ്പസിലുണ്ടോ? എനർജി പോരാ. നിങ്ങളുടെ വിമൻസ് കോളേജ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് അത്ര പോരാ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അറിഞ്ഞിരുന്നോ? വോട്ട് എല്ലാവർക്കും വോട്ടുണ്ടോ? വോട്ടുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. എത്ര വയസ്സായി? അപ്പൊ ഇനി അടുത്ത വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറണം അല്ലേ? അപ്പൊ എന്തായാലും വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്, ഈഗർ വെയിറ്റിംഗിലാണ് അല്ലേ? ആകുന്ന മുറയ്ക്ക് അതിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. പുറത്തിറക്കുമ്പോ ഈ പ്രചാരണം വലിയൊരു ബഹളമൊക്കെ കാണുന്നില്ലേ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഇലക്ഷൻ ആണെന്ന് അറിയാം. ഇലക്ഷൻ പ്രക്രിയയോടൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യം എന്താ? നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് വേണം, ഒരു ഭരണസമിതി വേണം, കോർപ്പറേഷൻ വേണം, പഞ്ചായത്ത് വേണം, അങ്ങനെ ഭരണം ഞങ്ങളിലേക്ക് എത്തണം, ഭരണത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ടുള്ള ഉപകാരം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആഗ്രഹമല്ലേ? തീർച്ചയായിട്ടും അത് അതിന്റെ രീതി കൃത്യമായിട്ട് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു പങ്കാളിത്തം ഉണ്ടാകത്തുള്ളൂ. ഇതിൽ എത്ര പേർക്ക് വോട്ടുണ്ട്? വോട്ട് ചെയ്തിട്ടുണ്ടോ അതോ കന്നി വോട്ടാണ്? അപ്പോഴേ നിങ്ങളൊരു ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ എന്ത് നോക്കി വോട്ട് ചെയ്യും? ഞാൻ എന്റെ പ്രസ്ഥാനം നോക്കിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. എന്റെ ഇടതുപക്ഷം തന്നെ. SFI സജീവ പ്രവർത്തിയാണോ? നമ്മുടെ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറിലെ എന്താണ് യൂസിന്റെ പേര്? അനുപ്രിയ. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണും? കാണുന്ന വെച്ച് ഇപ്പം ഈ യുവതലമുറകൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി സ്ഥാനം കൊടുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എന്റെ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നതിൽ എനിക്ക് വളരെ അഭിമാനം. അപ്പോഴേ ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് അരാഷ്ട്രീയവൽക്കരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ യുവതലമുറയ്ക്ക് അത്ര കണ്ടൊരു രാഷ്ട്രീയ ബോധമില്ല എന്നൊക്കെയുള്ള പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ വിമർശനമൊക്കെ വരുന്നുണ്ട്. എന്താ പറയാനുള്ളത്? യുവത്വത്തിന് വിദ്യാർത്ഥികൾക്ക് അറിയാം രാഷ്ട്രീയം എന്താണെന്നും അറിയാം. വ്യക്തമായ നിഷ്പക്ഷതയുടെ കപടമുഖം കൂടി അണിയുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവും ഉള്ളവർ തന്നെയാണ് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ. അതുകൊണ്ട് തന്നെ ബോധമുള്ള കുട്ടികൾ തന്നെയാണ് വരുന്നത്. അങ്ങനെ അങ്ങ് എല്ലാവരും ഇവരെല്ലാവരും രാഷ്ട്രീയ ബോധം ഇല്ലാത്തവരാണെന്നൊന്നും പറയണ്ട. വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. വികസനം നോക്കിയിട്ടാണോ രാഷ്ട്രീയം നോക്കിയിട്ടാണോ വോട്ട് ചെയ്യാം? വികസനം നോക്കിയിട്ട്. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വികസനമാണോ വികസനമില്ലായ്മക്കാണോ വോട്ട് ചെയ്യാം? വികസനത്തിന്. അപ്പോൾ ആ വികസനം തുടരണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഇത്തവണ വോട്ട് അല്ലേ? യെസ്. എവിടുന്നാ? ഞാൻ നെടുമങ്ങാട്. വോട്ടില്ല, കന്നി വോട്ടാണോ? വോട്ടുണ്ട്. കന്നി വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? SFIയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. എന്താ പറയാ ഈ ഇലക്ഷനെ കുറിച്ചും വികസനത്തെ കുറിച്ചും? ചെയ്യുന്നതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആദ്യമായി വോട്ട് ചെയ്യുന്നതിന് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാനുള്ളൊരു ഇതുമുണ്ട്, നല്ലൊരു അഭിമാനമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊരു ഇലക്ഷൻ കൂടി വരുമ്പോൾ എന്തായിരിക്കും ഈ ഇലക്ഷന്റെ വിധിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ് കരുതുന്നത്? ആൾക്കാരുടെ തീരുമാനം തന്നെ ആയിരിക്കും അവരെ ആര് റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വല്ല താനോസൊക്കെ വന്ന് വോട്ടിടാതിരുന്നാൽ മതി, അത്ര വോട്ട് ചോരി പോലെയുള്ള സംഭവം നടക്കാതിരുന്നാൽ മതി. അങ്ങനെ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരു ചില പാർട്ടികൾ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരുന്നാൽ, മുന്നേ രാജ്യസഭയിൽ ചെയ്തതുപോലെ ഒന്നും വരാതിരുന്നാൽ കൊള്ളാം. ബാക്കി ആൾക്കാരുടെ തീരുമാനം, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ ആൾക്കാരാണോ അതോ ജസ്റ്റ് പേര് ഇങ്ങനെ വന്ന് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ നിങ്ങളാണല്ലോ, വളർന്നു വരുന്ന തലമുറയാണല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വേണം, ഏത് രീതിയിലുള്ള വികസനം വേണം എന്നാണ് പറയാനുള്ളത്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയണം? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. പിന്നെ റെപ്രസെന്റേഷൻ കൂടണം. ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടി വരുന്നുണ്ട്, പക്ഷെ കുറവാണ്. കാര്യത്തിലും കാര്യമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് സൊസൈറ്റിയിൽ വളരെയധികം. അതെല്ലാം മാറണം. അത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ 2025 ഇപ്പോഴും ഒക്കെ ആൾക്കാർ വന്നിട്ട് അല്ല സ്ത്രീകളായതുകൊണ്ട് അത്ര പൈസ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് മോശം. നടക്കാൻ പോണില്ല, അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതെ, ഭാവിയിലെ ഈ പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങാൻ താല്പര്യം ഉണ്ടാവും? അത് വേണ്ട. അപ്പൊ കൃത്യമായ ബോധത്തോടെയും ബോധ്യത്തോടും തന്നെയാണ് നമ്മുടെ സഖാക്കളി. കുറെ പേരുണ്ട്, ഇനി ഒരുപാട്